ഞാനൊരു പാട്ട് കേൾപ്പിച്ചു തരട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. വല്ലാത്ത അതി പാട്ടാണത്. 313 ബദരീങ്ങൾ അല്ലേ, അവർക്ക് പകരം ഞാൻ ഒറ്റയാളായിട്ടുണ്ട് എന്ന് മടവൂർ വലിയുള്ളാഹിയെക്കുറിച്ച് ഈ മനുഷ്യനിങ്ങനെ പാടുകയാണ്. ആരാണ് ഇയാളെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്താ ഇവർ ഈ പാടി വെക്കുന്നത്? 313 ബദരീങ്ങളുടെ നേതാവാരാ? ഹബീബ് റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഇനി വേണ്ട, മുത്തുനബിയെ കൂട്ടിയില്ല നോക്ക്. ഒരു വലിയ എത്ര വളർന്നാലും സ്വഹാബത്തിൻ്റെ ദർജയിലേക്ക് എത്തുമോ മോനെ? എത്തുമോ? എന്തെല്ലാം വിവരക്കേടുകളാണ് നിങ്ങൾ ഈ പാടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് മോശം ചിന്ത ജനങ്ങളിൽ ജനിപ്പിക്കാൻ ഇത്തരം പാട്ടുകൾ കാരണമാവൂലേ? ഇതൊന്നും തിരുത്തി കൊടുക്കാൻ ഇവരുടെ കൂട്ടത്തിൽ ആരുമില്ലേ? വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ. മുമ്പൊരാൾ പറഞ്ഞു മടവൂരാരാ പടച്ചോനാണോ? അതെ അതെ പടച്ചോനാണ് എന്നാണ്. എന്ത് മുട്ടമടി എടുക്കണ്ടേ ഇവനൊക്കെതിരെ? മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു എങ്ങാനും ഇവന്മാരി പാടുന്നത് അവരുടെ മുമ്പിൽ കണ്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എത്ര വലിയ കുരുത്തക്കേട് കിട്ടുന്ന പാട്ടാണ് ഈ പാടി വെക്കുന്നത്. അത് അള്ളാൻ്റെ ഔലിയാക്കൾ തൃപ്തിപ്പെടുമോ? ഇത് അള്ളാൻ്റെ ഔലിയാക്കളുടെ ശത്രുക്കളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസുണ്ട്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഇല്ലേ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതാണ്. എൻ്റെ വലിയനെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, എൻ്റെ വലിയനെ നിസ്സാരമാക്കിയാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. ഇത് ബിദ്അത്തുകാർക്ക് മാത്രം ബാധകമുള്ള സംഗതിയൊന്നുമല്ല. ഔലിയാക്കളുടെ ആളുകളാണ് ഞങ്ങളെന്നും പറഞ്ഞ് നടക്കുന്നവർക്കും ഇത് ബാധകമാണ്. കാരണം എന്താ? ഇവർ യഥാർത്ഥ ഔലിയാക്കളുടെ ആളുകളല്ല. ഔലിയാക്കളുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. സി എം വലിയുള്ളാഹിയായിട്ട് ഒരു ബന്ധമില്ല. ഉണ്ടായിരുന്നെങ്കിൽ സി എം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാനെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ താറടിക്കില്ലായിരുന്നു എന്നമാർ. ഇവർ മടവൂർ ശൈഖിനെ അങ്ങ് പൊക്കുക. ഇവന്മാർ പൊക്കിയിട്ട് വേണോ അവർ പൊങ്ങാൻ? അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ ദറജയുണ്ടല്ലോ. ഇനി ഇവർ ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി എന്തെല്ലാമോ വിളിച്ചു പറയുന്നു. ഇതൊരിക്കലും മടവൂർ വലിയുള്ളാഹി തൃപ്തിപ്പെടില്ല. ആ മടവൂർ ശൈഖിൻ്റെ നാഥനായ നമ്മുടെ റബ്ബായ അള്ളാഹു റബ്ബുൽ ആലമീൻ തൃപ്തിപ്പെടൂല. അവൻ യുദ്ധം ചെയ്യുന്ന ആളുകളിൽ പെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആരെപ്പോലെയാണെന്നറിയോ? ചില പുത്തൻവാദികളുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ നബിയുടെ ആളുകളാണെന്നാണ്. ഞങ്ങൾ നബിയുടെ ആളുകളാണ്, ഞങ്ങളാണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്തുകൾ പിൻപറ്റുന്നത് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരും റസൂലുള്ളാഹിയും എന്തു ബന്ധമാണുള്ളത് തമ്മിൽ? ഒരു ബന്ധമില്ല അല്ലേ? കേവലം കുറേ പിൻപറ്റലുകൾ മാത്രമാണ് ദീനെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. സ്നേഹത്തിൽ അധിഷ്ഠിതമായ പിന്തുടരലുകൾ അല്ലേ? അല്ല, സ്നേഹമില്ലാതെ നിങ്ങളെ പിന്തുടരലൊക്കെ ആർക്ക് വേണം മക്കളെ? ഫഖദ് അഹബ്ബനി എന്നാണ് പറഞ്ഞത്. എൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്താൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നല്ല. എൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്താൽ ഫഖദ് അഹബ്ബനി. ഫഖദ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്, കഴിഞ്ഞുപോയ സംഗതിയാണ്. ഓൾറെഡി എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള സ്നേഹം, അതാണ് എനിക്കും അള്ളാഹ്ക്കൊക്കെ വേണ്ടത്. ഇഷ്ടമില്ലാത്ത കേവലം കുറേ കെട്ടുകാഴ്ചകൾ പോലെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നു. വെറും താടിയിൽ സുന്നത്തില്ല, സുന്നത്തായ താടിയിലേ വാല്യൂ ഉള്ളൂ. വെറുതെ ഒരു താടി, ഒരു ഫ്രീക്കൻ താടി വെച്ചു, അതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. മുത്തുനബിയോടുള്ള മഹബത്തിൽ എൻ്റെ ഹബീബിനെ പോലെ താടി വെക്കണം എന്നുള്ള കൊതിയോടുകൂടെ വെക്കുന്നവൻ, അതിനെ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചങ്ങാതിമാർക്ക് റസൂലുള്ളാഹിയുടെ ഒരു ബന്ധമല്ല. ഇവരിങ്ങനെ പറയും ഞങ്ങൾ നബിയുടെ ആളുകളാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സ്വഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസ് കാണാം അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കുന്ന സമയം കാദു യഖ്തതിലൂൻ എന്നാണ് ഹദീസിൻ്റെ വേർഡുകൾ നോക്ക്. കാദു യഖ്തതിലൂൻ. സ്വഹാബത്ത് അവിടെ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കിയെന്നാണ്. എന്തിനാണ് യുദ്ധം ചെയ്യണവർ? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മുഖത്തും കയ്യിലൊക്കെ തട്ടി വീഴുന്ന വെള്ളം താഴേക്ക് വീഴണില്ല. കാരണം എന്താ? സ്വഹാബത്ത് ഓടി വന്ന് കയ്യിലേക്ക് എടുക്കുകയാണ്. അത് താഴെ വീഴാൻ അനുവദിക്കുന്നില്ല. എന്നിട്ട് അതെടുത്ത് അവരുടെ മുഖത്തിങ്ങനെ പുരട്ടുക ബറക്കത്തിന്. മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് നെറ്റി വീഴുന്ന വെള്ളമെടുത്ത് പുരട്ടുക. ഇനി ഏതെങ്കിലും സ്വഹാബിക്ക് കിട്ടിയില്ലെങ്കിൽ ഓടി വന്ന് ആ മനുഷ്യന് കിട്ടിയ മനുഷ്യൻ്റെ കൈയെടുത്തിട്ട് തൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ തടവുക, മുഖത്തൊക്കെ തടവുക, അത് ചുംബിക്കുക. ഈ സ്വഹാബത്തിൻ്റെ ഈ ബറക്കത്തെടുക്കൽ സമ്മതിക്കാൻ ഇവർക്ക് പറ്റും? ഇവരുടെ മനസ്സനുവദിക്കൂല. അതിവർ ശിർക്കും കുഫ്റുമാക്കി കളയും. സ്വഹാബത്ത് ഇങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിച്ചത്. അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്തിടത്തോളം ഇവർ വെറും കെട്ടുകാഴ്ചകൾ കൊണ്ട് നടക്കുന്ന ആളുകളെപ്പോലെ ഞങ്ങൾ നബിയുടെ ആളുകളാണെന്ന് പറയുന്നതല്ലാതെ റസൂലുള്ളാഹിയുമായിട്ട് ഇവർക്കൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. സ്നേഹനിർഭരമായൊരു ബന്ധം ഇവർക്ക് കാണിച്ചു തരാൻ തന്നെ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ഇപ്പോൾ ഇത് ഞാൻ വെറുതെ പറയില്ല. ഇപ്പോൾ ഈ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പെരുമ്പാവൂരിലെ ഒരു വഹാബിയൻ പള്ളിയിൽ
ഒരു അവരുടെ ഖത്തീബ് കേട്ടോ മിമ്പറിൽ നിന്ന് അയാൾ ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങാതി ഈ പറയുന്ന ഒരു വിദേഹത്ത് കാക്ക എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ ആ ഹുത്തുബയുടെ ഇടയിൽ ബഹളം ഉണ്ടാക്കാൻ നിങ്ങളിവിടെ അന്ധവിശ്വാസം പഠിപ്പിക്കുകയാണോ? എന്താ അന്ധവിശ്വാസം? സൊഹീൽ ബുഖാരിയിലെ ഹദീസല്ലേ. അപ്പോൾ ഇവരുടെ ബ്രെയിൻ മുഴുവൻ അതിങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടു പോയി. എല്ലാം ശിർക്ക്. എന്നിട്ട് പറയും ഞങ്ങൾ നബിയുടെ ആളുകളാണ് എന്നതുപോലെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എന്നതുപോലെ ചില ആൾക്കാരുണ്ട്, അവർ പറയാം ഞങ്ങൾ മടവൂർ ഷെയ്ഖിൻ്റെ ആളുകളാണ്, ഞങ്ങൾ മടവൂരിൻ്റെ ആളുകളാണ്. എന്നിട്ടങ്ങ് പാട്ടാടാം. മടവൂരാരാ? പടച്ചോനാണോ? അതെ പടച്ചോനാണ്. ഇല്ലേ 313 ബദരീങ്ങൾക്ക് അതിന് പകരം ഒറ്റയ്ക്ക് ഞാൻ മതിയെന്ന് മടവൂർ ഷെയ്ഖ് അല്ലേ മആദല്ലാഹ്. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അള്ളാഹുവിനെ അറിഞ്ഞ മഹാനാണ്. അള്ളാഹുവിൽ ലയിച്ച് സർവസ്വവും മറന്ന മഹാനാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മഹാനാണ്. അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആ മഹാൻ ചെയ്തതെന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ? ഈ മഹാൻ ഇത്രയും നിങ്ങൾ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ടല്ലോ, ആ മഹാൻ എങ്ങനെ അള്ളാഹുവിലേക്ക് എത്തി അതുപോലെ ഒന്ന് നടക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ പോലും എന്ത് തസൗഫാണ് സഹോദരങ്ങളെ അതിലുള്ളത്? എന്ത് സൂഫിയാണ് നിങ്ങൾ? എന്ത് തസൗഫ്, എന്ത് ത്വരീഖത്താണ് നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കാനുള്ളത്? തെറിവിളികളും ചീത്തവിളികളും കളിയാക്കലുകളും കൂക്കിവിളികളും വെല്ലുവിളികളുമായി നിറഞ്ഞു നിൽക്കുന്നതല്ലാതെ ത്വരീഖത്തിൻ്റെ ഒരക്ഷരം വെക്കാൻ പറ്റിയ ഒരു സദസ്സെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? എന്ത് ഫൈലാനാണ് നിങ്ങളുടെ ഷെയ്ഖ് ആരാണെന്ന് എനിക്കറിയില്ല, ആരാണെങ്കിലും അല്ലേ. കുറേ ഇങ്ങനെ മശായിഖന്മാർ എന്ന് പറയുന്നത് കൊണ്ട് ഏതൊരു ഷെയ്ഖിലേക്കാണ് നിങ്ങൾ വിരൽ ചൂണ്ടുന്നതെന്ന് അറിയാൻ പാടില്ല. എന്ത് ഫൈലാനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ആ ഫൈലാനൊന്നും നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ പ്രകടമാകുന്നില്ലല്ലോ. മുഴുവൻ ചീത്തവിളികളും തെറിവിളികളും. അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത് ഷെയ്ഖിൻ്റെ ആയിരിക്കില്ല, ഷെയ്ത്താൻ്റെ ഫൈലാനായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എൻ്റെ പൊന്നു ചങ്ങാതിമാർ, നിങ്ങളൊന്ന് ചിന്തിക്കേ. ഇത് മടവൂർ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഇത് കേട്ടിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അടിച്ചോടിക്കൂലേ? ഇത്തരം തോന്നിവാസങ്ങളൊക്കെ ആ മഹാൻ്റെ പേരിൽ ഇങ്ങനെ കെട്ടിവെക്കുന്നത് അള്ളാഹു പൊരുത്തപ്പെടുമോ? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പൊരുത്തപ്പെടുമോ? നിങ്ങൾ ശരിക്കും യഥാർത്ഥ തസൗഫിലേക്ക് വരൂ മക്കളെ. തസൗഫ് നിങ്ങളെ കണ്ടാൽ ആളുകൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. സൂഫിയെ കണ്ട് ഇസ്ലാം പഠിക്കണം. ഇപ്പോൾ ഇന്ത്യക്കൊരു സൂഫി ഉണ്ടായിരുന്നു. ഒരുപാട് സൂഫികളുണ്ട്. ഇന്ത്യയിലെ സൂഫികളുടെ രാജാവാരാണ്? ദില്ലി രാജസ്ഥാൻ തുമാരാ യാ ഖാജാ, സാരാ ഹിന്ദുസ്ഥാൻ തുമാരാ യാ ഖാജാ, ഹിന്ദു में 90 लाख को कलमा पढ़वाया मेरे ഖാജാ, ഹിന്ദു में 90 लाख को कलमा पढ़वाया. 90 ലക്ഷം ആളുകൾ ഖാജയിലൂടെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ട് ഇസ്ലാമിനെ വെറുക്കല്ലാതെ ഇസ്ലാം എന്താണെന്ന് പഠിക്കാനൊരു മനുഷ്യൻ തയ്യാറാവോ? ചങ്ങാതിമാരെ ഉണ്ടോ? തയ്യാറാവുന്നുണ്ടോ? ഈ ജാതി കോപ്രായങ്ങളും കുറേ വേഷം കെട്ടലുകളും ആണോ തസൗഫ്? അപ്പോൾ ദയവ് ചെയ്ത് ജനങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകരുത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് മോശം ചിന്തിക്കാനത് കാരണമാവും ജനങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ ഇത്തരം പാട്ടുകൾ നല്ലത് പാടുന്നേ. മഹാനായ CM വലിയുല്ലാഹിയെക്കുറിച്ച് നല്ലത് പാട്. അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ പാട്. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെ ആ നഫ്സ് അമ്മാറയിൽ നിന്ന്, ലവ്വാമയിൽ നിന്ന്, മുൽഹിമയിൽ നിന്ന്, മുത്തുമൈനയിൽ നിന്ന്, റാദിയയിൽ നിന്ന്, മർദിയയിൽ നിന്ന്, കാമിലയിൽ ഇല്ലേ, അല്ലെങ്കിൽ അവർ നഫ്സ് അമ്മാറയിൽ നിന്ന് മുത്തുമൈനയിലേക്ക് എത്തിയതെങ്ങനെയാണെന്ന് പഠിക്ക്. എന്നിട്ട് ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്ത്. ആ മഹാന്മാരുടെ പിന്നാലെ നടക്കാനുള്ള വഴി എന്താണെന്ന് പഠിപ്പിക്ക്. കറാമത്തുകൾ പറയേണ്ടെന്നല്ല, കറാമത്തുകളൊക്കെ പറയണം, പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റുന്നവരോട് പറയണം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇത് കറാമത്തൊന്നുമല്ല, ഇത് വായിൽ തോന്നിയതെടുത്ത് പറയാൻ. അങ്ങനെ പറയുന്ന ആളുകളായിട്ട് മാറാനും പാടില്ല. അത് ഔലിയാക്കളെ അനാദരിക്കലാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ശത്രുക്കളാണ് അങ്ങനെ പാടുന്നവർ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.